എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു DC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ DC ജനറേറ്റർ എന്താ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് DC മിഷൻ അല്ലെ, മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഹ്യൂമൻ എഫേർട്ടിനെ എല്ലാം റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ നമ്മൾ പറയുന്ന പേരാണ് മിഷൻ അല്ലെ. അപ്പൊ DC മിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കും. അപ്പൊ DC മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് മോട്ടർ, ശ്രദ്ധിക്കുക. അപ്പൊ DC മോട്ടർ, രണ്ടാമത്തെ DC ജനറേറ്റർ. അപ്പൊ DC മെഷീൻസ് രണ്ടായിട്ട് ഇരിക്കും, DC ജനറേറ്റർ അല്ലെങ്കിൽ അടുത്തത് DC മോട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന DC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ആക്ച്വലി DC മോട്ടറിന്റെ ആയാലും DC ജനറേറ്ററിന്റെ ആയാലും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ക്ലിയർ? അപ്പൊ കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ജനറേറ്ററിന്റെയോ DC മോട്ടറിന്റെയോ ആവാം, രണ്ടും എന്താണ്, സെയിം ആണ്. അതിന്റെ വർക്കിങ്ങിൽ മാത്രമാണ് എന്ത് ഡിഫറൻസ് ഉള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, DC മെഷീൻ എന്ന് പറഞ്ഞാൽ ജനറേറ്ററും ആണ് മോട്ടറും ആണ്. ക്ലിയർ? അതുപോലെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും സെയിം ആണ്, വർക്കിങ്ങിൽ മാത്രമാണ് എന്ത് വ്യത്യാസം. ഓക്കെ, ഇനി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ജനറേറ്റർ DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് DC ജനറേറ്റർ. ക്ലിയർ? അപ്പൊ DC അതായത് മെക്കാനിക്കൽ പവർ നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്ററിന് കൊടുക്കും. ജനറേറ്റർ നമുക്ക് എന്ത് തരും, DC പവർ തരുന്നതാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് DC ജനറേറ്റർ. ഇനി DC മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കുന്ന പവർ എന്താ, ഇലക്ട്രിക്കൽ പവർ കൊടുക്കും അല്ലെ. നമുക്ക് കിട്ടുന്ന എന്താ, മെക്കാനിക്കൽ പവർ. അത് നമുക്കറിയാം, ഒരു മോട്ടറിൽ കിട്ടുന്ന എന്താ, മെക്കാനിക്കൽ പവർ. നമ്മൾ കൊടുക്കുന്ന എന്താ, ഇലക്ട്രിക്കൽ പവർ. അപ്പൊ ഇലക്ട്രിക്കൽ പവറിനെ മെക്കാനിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, DC മോട്ടർ. അപ്പൊ കൊടുക്കുന്ന പവർ DC ആണ്, അതുകൊണ്ട് DC മോട്ടർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ? അപ്പൊ DC മോട്ടർ, DC ജനറേറ്റർ എന്താണെന്ന് പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ്, രണ്ടിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റർ. DC ജനറേറ്ററിന് പകരം DC മെഷീൻസ് എന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം, രണ്ടും എന്താണ്, സെയിം ആയതുകൊണ്ട്. അപ്പൊ DC ജനറേറ്ററിനെ കുറിച്ച് നമുക്ക് നേരത്തെ പഠിച്ചു. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു അല്ലെ. എന്താണ്, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ ഏതാ, ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ പറയാ, DC ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ്. അപ്പൊ ഇതാണ് ജനറേറ്ററിന് നമുക്ക് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് DC മെഷീൻസ്, കാണുന്നുണ്ടോ? അപ്പൊ DC മെഷീൻസിന്റെ കൺസ്ട്രക്ഷൻ ഓരോ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്റ്റേറ്റർ, രണ്ട് റോട്ടർ. അപ്പൊ DC മെഷീൻസിന്റെ കൺസ്ട്രക്ഷൻ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് സ്റ്റേറ്റർ പാർട്ടുകൾ. അപ്പൊ നിങ്ങൾ ഡയഗ്രാമിലേക്ക്, സർക്യൂട്ട് ഡയഗ്രാമിലേക്ക് നോക്കുക, അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നോക്കുക. ഒന്ന് സ്റ്റേറ്റർ പാർട്ട് ഉണ്ട്, രണ്ടാമത്തെ എന്തുണ്ട്, റൊട്ടേറ്റിംഗ് പാർട്ട്. അപ്പൊ രണ്ടായിട്ട് തിരിക്കുന്നു, സ്റ്റേറ്റർ, റോട്ടർ. ക്ലിയർ? അപ്പൊ അതിന്റെ ഓരോ പാർട്ടുകളാണ് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ശ്രദ്ധിക്കുക, സ്റ്റേറ്റർ പാർട്ടിൽ ഒന്നാമത്തെ യോക്ക്. ഇതാണ് യോക്ക്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, യോക്ക് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണുന്ന പാർട്ടാണ്. അതായത് നിങ്ങൾ ഒരു മെഷീൻ നോക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് കാണുന്ന ആ കവറിംഗ് അല്ലെ, അതിനെ പറയുന്ന പേരാണ് യോക്ക്. ക്ലിയർ ആയോ? അതായത് ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ കാണുന്ന പാർട്ടിനെ നമ്മൾ പറയുന്നത്. അപ്പൊ യോക്ക് എന്ന് നമുക്ക്, യോക്ക് എന്തിനാണ്, ഒരു മെഷീനിൽ പുറമേ കാണുന്ന ആ ഫ്രെയിം എന്തിനായിരിക്കും ഫ്രെയിം, നമുക്കറിയാം. അതായത് പ്രൊട്ടക്ഷൻ ചെയ്യാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ, എല്ലാ പാർട്ടിലും എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ പുറത്ത് കാണുന്ന പാർട്ട് അല്ലെ, എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ള, അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളെയും പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ളതാണ് എന്ത്, യോക്ക്. അത് നമുക്ക് തന്നെ അറിയാം. നമ്മളുടെ സ്കിൻ എന്തിനാ, ഉള്ളിലുള്ള പാർട്ടിനെല്ലാം എന്ത് ചെയ്യാം, ഒന്ന് കവറിങ് ചെയ്ത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ DC മെഷീനിലെ യോക്ക് എന്നത് എന്താണ്, ഏറ്റവും പുറത്ത് കാണുന്ന ഫ്രെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് യോക്ക്. ഇത് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. അതായത് പുറത്തു നിന്ന് വരുന്ന മെക്കാനിക്കൽ ഇഞ്ചുറീസിനെ എല്ലാം എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, യോക്ക് ഉപയോഗിക്കുക. അപ്പൊ യോക്കിന്റെ ഫംഗ്ഷൻ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ, അത് ഓർത്തിരിക്കുക.
ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കുക, ഇതിലുള്ള ഫീൽഡ് അതായത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിനെ പറയുന്ന പേരാണ് കോർ. അപ്പൊ അത് ഫ്ലക്സിന്റെ സഞ്ചാരപാത എന്ന് വെച്ചാൽ ഫ്ലക്സ് സഞ്ചരിക്കുന്നത് യോക്കിലൂടെ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മുടെ യോക്കിനുള്ളത്. ഒന്നാമത്തെ എന്താ? മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. രണ്ടാമത്തെ എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ്. ഞാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ, നമ്മുടെ DC മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും. ആ ഫ്ലക്സുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാത കൂടിയാണ് എന്ത്? യോക്ക്. ക്ലിയർ ആയോ? ഇനി യോക്ക് മേഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചെറിയ മെഷീൻസിലെല്ലാം നമ്മൾ കാസ്റ്റ് അയൺ ആയിരിക്കും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. വലിയ മെഷീൻ ആവുന്ന സമയത്ത് നമ്മൾ റോൾഡ് സ്റ്റീല് അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീല് എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിരിക്കും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പൊ ഓർത്തിരിക്കുക, ചെറിയ മെഷീൻസിലെല്ലാം നമ്മൾ കൊടുക്കുന്നത് കാസ്റ്റ് അയൺ ആണ്. വലിയ മെഷീൻസിലെല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? റോൾഡ് സ്റ്റീല് അല്ലെങ്കിൽ എന്തായിരിക്കും? കാസ്റ്റ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിന്റെ എന്ത് ചെയ്യുക? ഫ്രെയിം നിർമ്മിച്ചിരിക്കുക. അപ്പൊ സ്റ്റേറ്റർ പാർട്ടിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് യോക്കാണ്. അതിന് വേറൊരു പേരാണ് മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിന്റെ മെയിൻ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിംസ് രണ്ട് ഫംഗ്ഷൻ, ഒന്ന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ, രണ്ട് ഫ്ലക്സുകൾക്ക് സഞ്ചരിക്കാനുള്ള പാത. ഇനി അത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇത് എന്തുപയോഗിച്ചാൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ മെഷീൻസിലെല്ലാം കാസ്റ്റ് അയൺ, വലിയ മെഷീൻസിലെല്ലാം റോൾഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? നിർമ്മിക്കുക. ഇതാണ് യോക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത പാർട്ട് നോക്കാം, ഫീൽഡ് പോൾ സിസ്റ്റം. ഫീൽഡ് പോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുമില്ല, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? EMF ഉണ്ടാവുക. നമ്മൾ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം? പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിക്കാം. രണ്ടാമത്തെ എന്ന് പറയാൻ എന്താ? ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കാം. അപ്പൊ നോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ് പോൾ സിസ്റ്റം. അപ്പൊ ഫീൽഡ് പോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ് പോൾ സിസ്റ്റം. അപ്പൊ ഫീൽഡ് പോൾ സിസ്റ്റത്തിൽ കൺസ്ട്രക്ഷൻ നോക്കുക. ഒന്ന് ഫീൽഡ് വൈൻഡിങ്, രണ്ട് പോള്, മൂന്ന് ഇന്റർപോൾ. അപ്പൊ മെയിൻ പാർട്സ് ആണ് ഫീൽഡ് സിസ്റ്റത്തിലെ മെയിൻ പാർട്സ് ആണ്. ശ്രദ്ധിക്കുക, ഫീൽഡ് വൈൻഡിങ്, പോൾസ്, ഇന്റർപോൾസ്. ഒന്നാമത്തെ നോക്കുക, ഫീൽഡ് വൈൻഡിങ്. അപ്പൊ വൈൻഡിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്പർ ഓഫ് ടേൺസ് വേണം. ആ ഒത്തിരി നമ്പർ ഓഫ് ടേൺസ് വന്നാലേ അതിനനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ? മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ വൈൻഡിങ്സ് ആണ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വൈൻഡിങ് ആയിരിക്കും. ഈ വൈൻഡിങ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? പോൾ കോർ ആയിരിക്കും. ഒരു കോർ ഉണ്ടാവും, മെറ്റലിന്റെ പോൾ കോർ. ഇത് കാണണം, ഇതാണ് പോൾ കോർ. അപ്പൊ ഈ പോൾ കോറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വൈൻഡിങ്സ് ചുറ്റുക. ഈ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇനാമൽഡ് കോപ്പർ വൈൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ അലുമിനിയം വൈൻഡിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുക? ഫീൽഡ് വൈൻഡിങ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്ത പാർട്ട് നോക്കുക, പോൾ. പോൾ എന്നത് ആ കോറും വൈൻഡിങ്ങും ചേർത്ത് പറയുന്ന പേരാണ് പോൾ. അപ്പൊ ഇതാണ് നമ്മളുടെ കോറ്. ഇതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക? വൈൻഡിങ് ചുറ്റുക. അപ്പൊ ഈ രണ്ട് പോൾ കോറിനെയും പോൾ വൈൻഡിങ്ങിനെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് പോൾസ്. ഈ പോൾസിലായിരിക്കും എന്ത് ചെയ്യുക? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നോർത്ത് പോളോ സൗത്ത് പോളോ ആയിരിക്കും. അത് നമ്മളുടെ കറണ്ടിന്റെ ദിശ അനുസരിച്ച് എന്തായിരിക്കും? പോൾസുകൾ നമുക്ക് പറയാം. അടുത്തത് ഇന്റർപോൾ. ഇന്റർപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഇന്റർപോൾ. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മെയിൻ പോളിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പോള് കണ്ടോ? അപ്പോ ഇതിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. അപ്പൊ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കമ്മ്യൂട്ടേഷൻ, അതായത് നല്ല പ്രോപ്പർ കമ്മ്യൂട്ടേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർപോൾ ഉപയോഗിക്കുക. അതായത് മെയിൻ പോളിന് സപ്പോർട്ടീവ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇന്റർപോൾസ് ഉപയോഗിക്കുക. അപ്പൊ നമ്മള് ഫീൽഡ് പോൾ സിസ്റ്റം ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത്. ഫീൽഡ് പോൾ സിസ്റ്റത്തിൽ വരുന്ന ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് ആണ്. ഫീൽഡ് വൈൻഡിങ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? കോപ്പറിന്റെ ഇനാമൽഡ് കോപ്പർ വൈൻഡിങ്സ് ആയിരിക്കും ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോറിന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുക? വൈൻഡിങ്സ് ചുറ്റുക. ഈ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോൾ കോറിനെയും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ വൈൻഡിങ്ങിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് പോൾസ്. ഇന്റർപോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കമ്മ്യൂട്ടേഷൻ, പ്രോപ്പർ കമ്മ്യൂട്ടേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈൻഡിങ് ആണ്. മെയിൻ പോളിന്റെ അടുത്തായിരിക്കും ഇന്റർപോൾസ് നമ്മൾ എന്ത് ചെയ്യുക? വെക്കുക. അതായത് മെയിൻ പോളിന് സപ്പോർട്ടീവ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇന്റർപോള് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സിസ്റ്റം. അപ്പൊ ഇതാണ് സ്റ്റേഷനറി പാർട്ട്.
അപ്പൊ സ്റ്റേഷനറി പാർട്ട് ഇത്രയാണ് ഉള്ളൂ. അപ്പൊ ഏതൊക്കെയാണ്? യോക്ക് ഉണ്ട്, ഫീൽഡ് സിസ്റ്റം ഉണ്ട് അല്ലെ. യോക്കും ഫീൽഡ് സിസ്റ്റം ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക അതിന്റെ സ്റ്റേഷനറി പാർട്ട്. ഇനിയും 2-3 പാർട്ടുകളൊക്കെ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കാണുന്ന ടെർമിനൽ ബോക്സ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ എന്തായിരിക്കും? സ്റ്റേഷനറി പാർട്ടാണ്. അതുപോലെ ബ്രഷ് ഹോൾഡർ, ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രഷ് ഹോൾഡറും ബ്രഷ് എല്ലാം എന്താണ്? സ്റ്റേഷനറി പാർട്ടാണ്. ഇതിലെ മെയിൻ പോയിന്റ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ റൊട്ടേഷൻ. അപ്പൊ റൊട്ടേറ്റിംഗ് ചെയ്യുന്ന പാർട്ടുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ നോക്കുക, ആർമേച്ചർ. അപ്പൊ ശ്രദ്ധിക്കുക, ആർമേച്ചർ എന്ന് പറയുന്നത് റൊട്ടേഷൻ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം ഫ്ലക്സിനെ ആരാണ് കട്ട് ചെയ്യുന്നത്? അത് കണ്ടക്ടറാണ് അല്ലെ. ഫെഡറൽ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഒരു ഫ്ലക്സിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? EMF ഉണ്ടാവുക. ഇവിടെ നമ്മൾ കണ്ടക്ടർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് ആർമേച്ചർ ആണ്. ക്ലിയർ? അപ്പൊ ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആർമേച്ചർ. ഫ്ലക്സിന് കട്ട് ചെയ്യുന്ന ആരാ? ആർമേച്ചർ. അത് ഓർത്തു വെക്കുക. ഇനി ആർമേച്ചറിൽ മെയിൻ ആയിട്ട് ആർമേച്ചർ കോർ ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്. അപ്പൊ ആർമേച്ചർ വൈൻഡിങ്സ് ആണ് ഇവിടുത്തെ കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വൈൻഡിങ്സ് എവിടെയെങ്കിലും വെക്കണ്ടേ? അപ്പൊ വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ആർമേച്ചർ കോർ. അപ്പൊ ആർമേച്ചർ കോറിലാണ് ഇതാണ് ആർമേച്ചർ, ഇതാണ് ആർമേച്ചർ വൈൻഡിങ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ആർമേച്ചറിന്റെ കോറിലായിരിക്കും എന്ത് ചെയ്യുക? വൈൻഡിങ്സ് ചുറ്റുക. വൈൻഡിങ്സ് ലാപ്പ് വൈൻഡിങ് ഉണ്ടാവും, വേവ് വൈൻഡിങ് ഉണ്ടാവും. അത് ഓർത്തിരിക്കുക. ആർമേച്ചർ വൈൻഡിങ് 2 ടൈപ്പാണ്, ലാപ്പ് വൈൻഡിങ്, അടുത്തത് വേവ് വൈൻഡിങ്. അപ്പൊ ഈ 2 വൈൻഡിങ് മെത്തേഡ്സ് ആയിരിക്കും ആർമേച്ചർ വൈൻഡിങ്സിൽ ഉപയോഗിക്കുക. ഈ വൈൻഡിങ്സ് ആണ് ഇവിടുത്തെ കണ്ടക്ടർ. ഇത് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ആർമേച്ചർ ആണ്. അപ്പൊ ആർമേച്ചർ മെയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? മെയ്ഡ് ചെയ്യുക. അപ്പൊ ആർമേച്ചർ മെയ്ഡ് ചെയ്യുന്നത് സിലിക്കൺ സ്റ്റീലാണ്. അതുപോലെ എഡി കറണ്ട് ലോസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന അറിയാം? അത് ലാമിനേഷൻ ചെയ്യും. ശ്രദ്ധിക്കുക, ഇതാണ് ലാമിനേഷൻ. കാണുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? എഡി കറണ്ട് ലോസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ലാമിനേറ്റ് ചെയ്ത ആർമേച്ചർ കോർ ആയിരിക്കും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പൊ ആർമേച്ചർ വൈൻഡിങ്, ആർമേച്ചർ കോർ. ഇനി അടുത്തതാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മള് സിംഗിൾ ലൂപ്പ് ജനറേറ്ററിൽ പഠിച്ചതാണ് അല്ലെ. പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലൈ എന്നത് AC ആണ്. അപ്പൊ ഒരു കണ്ടക്ടർ ഒരു ഫ്ലക്സിന് കട്ട് ചെയ്താൽ അതിലുണ്ടാവുന്ന സപ്ലൈ എന്താണ്? AC ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ AC അല്ല നമുക്ക് വേണ്ട എന്താ? DC ആണ്. ഇതെന്ത് ജനറേറ്ററാ? DC ജനറേറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ AC സപ്ലൈനെ DC ആക്കി എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ ACനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന പാർട്ടിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റർ. ക്ലിയർ ആയോ? കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പാർട്ടാണ്. ACനെ DC ആക്കി മാറ്റുന്നതാണ് എന്ത്? കമ്മ്യൂട്ടേറ്റർ. ക്ലിയർ ആയോ? കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ACനെ DC ആക്കുക. ഓക്കെ. ഇത് മെയ്ഡ് ചെയ്യുന്നത് കോപ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുപോലെ കോപ്പറിന്റെ സെഗ്മെന്റ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പൊ ഇതാണ് കമ്മ്യൂട്ടേറ്റർ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അപ്പൊ കമ്മ്യൂട്ടേറ്ററിന്റെ സെഗ്മെന്റ്സ് കാണുന്നുണ്ടോ? ഓക്കെ. ഇത് ഓരോ സെഗ്മെന്റ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? വെച്ചിണ്ടാവുക. അപ്പൊ കോപ്പറിന്റെ ഓരോ സെക്ഷൻ ആയിരിക്കും. അതിന്റെ ഇടയിലായിട്ട് നമ്മൾ മൈക്കയുടെ ഇൻസുലേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓരോ സെഗ്മെന്റ്സും എന്താണ്? ഇൻസുലേറ്റഡ് ആണ്. ഒരിക്കലും എന്തല്ല? ഷോർട്ട് അല്ല. ഇനി ആർമേച്ചറിൽ വരുന്ന ഓരോ കണ്ടക്ടറുകളും നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യും? ഈ കാണുന്ന കമ്മ്യൂട്ടേറ്ററിലേക്ക് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അപ്പൊ ആർമേച്ചറിന്റെ ഓരോ എൻഡും വരുന്നത് നമ്മളുടെ കമ്മ്യൂട്ടേറ്ററിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? സോൾഡർ ചെയ്ത്, ഇതിലൊരു റൈസർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, റൈസർ പോർഷനിലേക്ക് എന്ത് ചെയ്യും? സോൾഡർ ചെയ്ത് വെക്കും. ക്ലിയർ ആയോ? അപ്പൊ കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് ബ്രഷ് ആൻഡ് ബിയറിംഗ്. അത് ഞാൻ പറഞ്ഞു, ബ്രഷ് ഒക്കെ എന്താണ്? സ്റ്റേറ്ററിൽ വരുന്നതാണ്. ഇത് സ്റ്റേഷനറി പാർട്ടാണ്. അടുത്ത ബിയറിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബെയറിംഗ്സ് ഉപയോഗിക്കുന്നത് എന്തിനാ? അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഫ്രിക്ഷണൽ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ബെയറിംഗ്സ് ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ DC ജനറേറ്ററിന്റെ മെയിൻ പാർട്സ്. അപ്പൊ ഒന്നുകൂടി നോക്കുക. അപ്പൊ DC ജനറേറ്റർ അല്ലെങ്കിൽ DC മെഷീൻസിന്റെ കൺസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ മെയിൻ ആയിട്ട് 2 ആയിട്ട് തിരിക്കും. ഒന്ന് സ്റ്റേഷനറി പാർട്ട്, 2 റൊട്ടേഷൻ പാർട്ട് അല്ലെ. സ്റ്റേഷനറി പാർട്ട് എന്തൊക്കെ വരും നോക്കി കഴിഞ്ഞാൽ യോക്ക്, ഫീൽഡ് സിസ്റ്റം, ഫീൽഡ് കോർ, ഫീൽഡ് വൈൻഡിങ്, അതുപോലെ ഇന്റർപോള്, പിന്നെ വരുന്ന എന്താണ്? ബ്രഷ്. ഇത്രയും കാര്യം, ബ്രഷ് ഹോൾഡർ, ബ്രഷ് എല്ലാം എന്ത് ചെയ്യും? സ്റ്റേഷനറി പാർട്ട് വരും. റൊട്ടേഷൻ പാർട്ടിൽ വരുന്ന എന്തൊക്കെയാന്ന് നോക്കിയാൽ ആർമേച്ചർ. ആർമേച്ചറിൽ എന്തൊക്കെയുണ്ട്? ആർമേച്ചർ കോർ ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. അതുപോലെ വരുന്നതാണ് ബിയറിംഗ്സ്. പിന്നെ എന്തുണ്ടാവും? ഷാഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയും പാർട്ടാണ് നമ്മളുടെ DC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്.